കുട്ടികൾ വായ തുറന്ന് കിടക്കുക, അല്ലെങ്കിൽ കൂർക്കം വലിക്കുക, കുട്ടികൾക്ക് വായക്കൊക്കെ സ്മെല്ല് വരുന്നത്, ഇത്തരം കണ്ടീഷൻസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയാണോ? എങ്കിലറിയാം അത് അഡിനോയിഡ് ഹൈപ്പർട്രോഫി പോലെയുള്ള അഡിനോയിഡ് ദശയുടെ വളർച്ചയായിരിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഡിനോയിഡ് വളർച്ചയെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, ചീഫ് കൺസൾട്ടൻറ്റ് മെഡിക്കെയർ ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻറ്റർ, വാണിയമ്പലം. സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളാണ് വായ തുറന്ന് രാത്രിയൊക്കെ വായ തുറന്ന് കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ പകലൊക്കെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അവർ വെറുതെ വായ തുറന്നിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് വായ്ക്കൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള കൂർക്കം വലി, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചെവി വേദനകൾ, അല്ലെങ്കിൽ ചെവി തന്നെ നമ്മൾ വിളിച്ചാൽ കേൾക്കാത്ത അവസ്ഥ. കുട്ടികൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ അവർ നമ്മൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് മൈൻഡാക്കാത്ത അവസ്ഥ, പലപ്പോഴും കേൾക്കാത്ത അവസ്ഥ പല കുട്ടികളിലും കാണാറുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ലക്ഷണങ്ങളായിരിക്കാം. രക്ഷിതാക്കൾ കൃത്യമായിട്ട് ഇത് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. ഇതിൻ്റെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അലർജികൾ, ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പൊടിയിലൊക്കെ ഉണ്ടാകുന്ന അലർജികളിൽ നിന്ന്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇത്തരം അലർജികളുള്ള ഫാമിലിയിലുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അസുഖങ്ങൾ വരുന്ന കുട്ടികളിലൊക്കെ ഈ അഡിനോയിഡിൻ്റെ പ്രശ്നങ്ങൾ കാണാം. അപ്പോൾ പല ആളുകളും സാധാരണ ഇതൊരു അഡിനോയിഡ് ഹൈപ്പർട്രോഫിയാണ്, അല്ലെങ്കിൽ അഡിനോയിഡിൻ്റെ വളർച്ചയാണ് എന്നുള്ളത് തിരിച്ചറിയാറില്ല. കുറേ മരുന്നുകൾ കൊടുക്കും. കുറേ മരുന്നുകൾ കൊടുത്തു കഴിയുമ്പോൾ ഇത് മാറുന്നില്ല എന്ന് കാണുമ്പോഴായിരിക്കും പലപ്പോഴും ഇതിൻ്റെ ടെസ്റ്റുകളിലേക്കും ഇത് ആ അസുഖം കൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയാറുള്ളത്. അപ്പോൾ നല്ലൊരു ശതമാനം കേസുകൾക്ക് നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്രതിരോധശേഷി ഉയർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് അവരുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, അതുപോലെ ഇമ്മ്യൂണിറ്റി കൂടാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി ഉള്ള ഭക്ഷണങ്ങൾ, അതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇത്തരം അവരുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നതോടൊപ്പം തന്നെ അലർജി എന്തെങ്കിലും ഉള്ള കുട്ടികളാണെങ്കിൽ അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് നൽകുക എന്നുള്ളതും പ്രധാനമാണ്. അതിൽ ഹോമിയോപ്പതി ചികിത്സയിൽ അഡിനോയിഡുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് നമുക്ക് സർജറി കൂടാതെ തന്നെ നമുക്ക് മരുന്ന് കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ആദ്യം രക്ഷിതാക്കൾ തിരിച്ചറിയുക. പിന്നീട് അവർക്ക് ഈ അസുഖങ്ങൾ വരുന്നത് പ്രതിരോധ രീതിയിലുള്ള മരുന്നുകൾ നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ ഭക്ഷണശീലങ്ങൾ, അവരുടെ ഉറക്കത്തിൻ്റെ കാര്യങ്ങൾ, എ സി ഒക്കെ ഇട്ട് ഉപയോഗിക്കുന്നത്, രാത്രിയൊക്കെ കൂടുതലായിട്ട് എ സി ഓൺ ചെയ്തുകൊണ്ട് ഫുൾ ടൈം തണുപ്പിലൊക്കെ കിടത്തുന്നത് ഇത്തരം രോഗാവസ്ഥ കൂട്ടാൻ സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ പൊടിയിൽ കൂടുതൽ എക്സ്പോസർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പൊടിയുടെ അളവ്, അല്ലെങ്കിൽ പുറത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ പരമാവധി അതിൻ്റെ എക്സ്പോഷർ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അവർക്ക് അമിതമായിട്ട് തണുത്തത്, ഫ്രീസ് ചെയ്തത്, ഐസ്ക്രീംസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ സാധാരണ ഇത്തരം കുട്ടികൾക്ക് പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ, പഴങ്ങളൊക്കെ ധാരാളം കൊടുക്കാം. അതുപോലെ തണുത്ത ഭക്ഷണങ്ങളും ബേക്കറി ഐറ്റംസ്, ഫ്രൈഡ് ഫുഡ്സൊക്കെ കുറക്കുക. പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ചൂടുവെള്ളം തന്നെ ഇത്തരം കുട്ടികൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി തണുത്ത വെള്ളം കുടിക്കുന്നത്, ഐസി കോൾഡ് ഡ്രിങ്ക്സൊക്കെ ഇത്തരം ആളുകൾക്ക് ഒഴിവാക്കുക. പിന്നീട് ഇവരുടെ പ്രതിരോധശേഷി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ട്സ് ഐറ്റംസ്, അതുപോലെ തന്നെ ഓൾ ഗ്രെയിൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ ബദാം പോലെയുള്ള പരിപ്പുകൾ, അതുപോലെ നട്ട്സ് ഐറ്റംസൊക്കെ ഇവരുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. പിന്നീട് ആപ്പിൾ, അതുപോലെയുള്ള അനാർ പോലെയുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സുകളൊക്കെ ഇവരുടെ ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. തണുത്തതും അതുപോലെ അമിതമായിട്ട് പുളിയുള്ള, ഇപ്പം സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുസമ്പി, ഓറഞ്ച്, മുന്തിരി ഒക്കെ നല്ല പുളിയുള്ള ഫ്രൂട്ട്സുകളാണെങ്കിൽ അത് ഇത്തരം കുട്ടികളുടെ അലർജി ട്രിഗർ ചെയ്യാനും പെട്ടെന്ന് തന്നെ അത് ജലദോഷമാവാനും പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് കഫ്കെട്ടിലേക്ക് പോകാനും, അതുപോലെ തന്നെ അഡിനോയിഡിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം പ്രയാസപ്പെട്ട് അവർക്ക് ശ്വാസത്തിൽ തന്നെ രാത്രി ഉറങ്ങാൻ പോലും പ്രയാസപ്പെടുന്ന, എണീറ്റിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ കുട്ടികൾ കിടക്കുമ്പോൾ തന്നെ അവർക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അവസ്ഥ, ഇത്തരം രോഗലക്ഷണങ്ങളൊക്കെ ഇതോടൊപ്പം കാണാറുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കാൻ അവരുടെ ഭക്ഷണ രീതി, അവരുടെ ജീവിതശൈലിയിലൊക്കെ നമ്മൾ ചെറിയ ശ്രദ്ധയുണ്ടാവുക. അതുപോലെ കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സ നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളെ നമുക്ക് സർജറി കൂടാതെ തന്നെ നമുക്ക് കുട്ടികളെ അത് ക്ലിയർ ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. പിന്നീട് ഇതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്റേ ടെസ്റ്റിലൂടെ തന്നെ ഇനീഷ്യലി നമുക്കത് കണ്ടെത്താൻ പറ്റും. നമുക്ക് സാധാരണ നമ്മുടെ കഴുത്തിൻ്റെ സൈഡിലായിട്ട് നാസോഫാരിങ്സിൻ്റെ ഒരു എക്സ്റേ എടുക്കുകയാണെങ്കിൽ തന്നെ അഡിനോയിഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നീട് നമുക്ക് എൻഡോസ്കോപ്പിക് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി വഴി നമുക്ക് ഈ എത്ര ശതമാനം കുട്ടിയുടെ
ഈ അഡിനോയിഡ് വന്നിട്ട് അവരുടെ ശ്വാസം പോകുന്ന ഭാഗത്ത് ബ്ലോക്കായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. പല കുട്ടികളും ശ്വാസ തടസ്സവും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ എത്രത്തോളം അളവിൽ അതുണ്ട് എന്നുള്ളത് അറിയാൻ നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ ഈ എൻഡോസ്കോപ്പി ടെസ്റ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. അതൊരു ENT സർജൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് ഈ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ അഡിനോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം. നന്ദി, നമസ്കാരം.